To view this video in English, please click the link given above. 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ എന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നെഫ്രോണിൻ്റെ സ്ട്രക്ചർ വരെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് യൂറിൻ ഫോർമേഷൻ നോക്കാം. നമുക്കറിയാം, നമ്മുടെ കിഡ്നിയുടെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെഫ്രോണിൻ്റെ സ്ട്രക്ചർ പഠിച്ചു. കാരണം ഒരു കിഡ്നിക്കകത്ത് മില്യൺസ് ഓഫ് നെഫ്രോൺസ് ഉണ്ട്. ഓരോ നെഫ്രോണുമാണ് നമ്മുടെ ബ്ലഡിനെ അരിച്ചരിച്ച് എടുക്കുന്നത്, അല്ലേ? അപ്പോൾ ബ്ലഡിൻ്റെ ഈ ഫിൽട്രേഷൻ അഥവാ അരിച്ചെടുക്കുന്ന പ്രക്രിയ നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഗ്ലോമറൂലസിലാണ്. എവിടെയാണ് ഈ ഗ്ലോമറൂലസ് വരുന്നത്? നമ്മുടെ ഒരു ബ്രാഞ്ച് ഓഫ് ആർട്ടറി ദാറ്റ് ഈസ് കോൾഡ് ആർട്ടറിയോൾ. നമ്മൾ പറഞ്ഞു അതിൻ്റെ പേര് അഫെറൻറ്റ് ആർട്ടറിയോൾ ആണെന്നല്ലേ. ആ അഫെറൻറ്റ് ആർട്ടറിയോൾ വന്നിട്ട് ഇതിനകത്ത് ഒരു ബ്രാഞ്ച് ഓഫ് കാപ്പിലറീസ് ഉണ്ടാക്കും. പിന്നെ അത് തിരിച്ച് എഫെറൻറ്റ് ആർട്ടറി ആയിട്ട് പുറത്തു പോകും. അപ്പോൾ അഫെറൻറ്റ് ആർട്ടറി ഇത്തിരി വീതി കൂടിയതാണ്, അല്ലെങ്കിൽ ഡയമീറ്റർ കൂടിയതാണ്. അത് ഇതിനകത്ത് വരുമ്പോഴേക്കും ഫൈൻ കാപ്പിലറീസ് ആയിട്ട് ബ്രാഞ്ച് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ കുറയുന്നു. ഒപ്പം എഫെറൻറ്റ് ആർട്ടറിയും ഡയമീറ്റർ കമ്പാരിറ്റീവ്ലി ഇതിനെ താരതമ്യേന ഇതിനേക്കാൾ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വലിയ പൈപ്പിൽ കൂടി വെള്ളം ഒഴുകുന്നു. പെട്ടെന്ന് അതൊരു ചെറിയ പൈപ്പിലൂടെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? തീർച്ചയായിട്ടും പ്രഷർ കൂടും, അല്ലേ? ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇതിനകത്തെ പ്രഷർ എപ്പോഴും അല്പം കൂടുതലാണ്. ആ പ്രഷർ ഉള്ളത് കൊണ്ട് തന്നെ ഒരു സ്ക്വീസിങ് ഇഫക്റ്റ്, അതായത് ഒന്ന് പിഴിഞ്ഞെടുക്കുന്ന പോലെ ഒരു ഫിൽട്രേഷൻ ഇഫക്റ്റ് അവിടെ കിട്ടുന്നുണ്ട്. ഇനി ഇവിടെ നിന്നുള്ള ബ്ലഡിൽ നിന്നുള്ള ഓൾമോസ്റ്റ് എല്ലാ കണ്ടൻസും, അതിലെ ബ്ലഡ് സെൽസും അല്ലെങ്കിൽ ബ്ലഡിലെ ചില പ്രോട്ടീൻസും അത് രണ്ടും വലുതാണ്. അതൊഴിച്ച് ബാക്കി പ്ലാസ്മയും ബാക്കി മറ്റുള്ള എല്ലാ കണ്ടൻസും മെജോറിറ്റിയും ഇങ്ങോട്ട് ഫ്ലോ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫിൽട്രേഷൻ. അത് യൂറിൻ ഫോർമേഷൻ്റെ ആദ്യത്തെ പടിയാണ്. അപ്പോൾ ഇവിടെ ഫിൽട്രേഷൻ നടക്കുമ്പോൾ ഈ ബ്ലഡിൽ നിന്നുണ്ടാകുന്ന ആ വസ്തുക്കളെയാണ് നമ്മൾ ഫിൽട്രേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ വെച്ച് നമ്മൾ അതിനെ ഒരിക്കലും യൂറിൻ എന്ന് പറയില്ല. കാരണം യൂറിനാകാൻ ഇനിയും കുറേ കടമ്പകൾ കടക്കണം. അപ്പോൾ ഫിൽട്രേറ്റ് എങ്ങനെയാണ് കടന്നു വരുന്നത്? അതിന് 3 ലെയർ കടന്നു വേണം വരാൻ. അതായത് ഒരു 3 ലെയർ അരിക്കുന്ന പ്രക്രിയ എന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ എത്ര ഫൈനായിട്ടായിരിക്കും അത് അരിച്ചു വരുന്നത്? അപ്പോൾ ആദ്യം ഇതിപ്പോൾ ഞാൻ ഈ ഗ്ലോമറൂലസിൻ്റെ ഒരു ബ്ലഡ് ക്യാപ്പിലറി വരച്ചു. ആ ബ്ലഡ് ക്യാപ്പിലറിക്ക് എപ്പിത്തീലിയൽ വോൾ ഉണ്ട്, അല്ലേ? ആ വോളിനെ പറയുന്ന പേരാണ് എൻഡോത്തീലിയൽ വോൾ ഓഫ് ദി ഗ്ലോമറൂലസ്. അപ്പോൾ ഗ്ലോമറൂലർ ബ്ലഡ് ക്യാപ്പിലറീസിലെ ഉള്ളിലുള്ള വോളിനെ നമ്മൾ എൻഡോത്തീലിയം എന്ന് പറയുന്നു. അപ്പോൾ ആദ്യം അത് ക്രോസ് ചെയ്യും. അത് ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബേസ്മെൻറ്റ് സബ്സ്റ്റൻസ് ഉണ്ട്. അതിനെ ക്രോസ് ചെയ്ത് വരുമ്പോഴാണ് നമ്മുടെ അടുത്ത ബൗമൻസ് ക്യാപ്സ്യൂളിലോട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് എപ്പിത്തീലിയം ഓഫ് ദി ബൗമൻസ് ക്യാപ്സ്യൂൾ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് ധാരാളം പോഴ്സ് ഉണ്ട്. ഒത്തിരി പോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ കൂടി ഈ ഫിൽട്രേറ്റിന് കടന്നു വരാൻ കഴിയും. എന്നിട്ട് ബേസ്മെൻറ്റ് സബ്സ്റ്റൻസിൽ നിന്ന് ഇങ്ങോട്ട് കടക്കും. അപ്പോൾ ഈ ബേസ്മെൻറ്റ് സബ്സ്റ്റൻസ് കഴിഞ്ഞുള്ള മെമ്പറേനാണ് എപ്പിത്തീലിയം ഓഫ് ദി ബൗമൻസ് ക്യാപ്സ്യൂൾ. ഈ ബൗമൻസ് ക്യാപ്സ്യൂളിലെ എപ്പിത്തീലിയത്തിൽ ചില സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് പോഡോസൈറ്റ്സ്. അത് നല്ല അടുക്കി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ ധാരാളം സ്ലിറ്റ് പോഴ്സ് ഉണ്ട്. അതായത് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്സ് ഉണ്ട്. അതിൽ കൂടിയാണ് ഈ ഫിൽട്രേറ്റ് ബൗമൻസ് ക്യാപ്സ്യൂളിൻ്റെ അകത്ത് കടക്കുന്നത്. ഇനി ബൗമൻസ് ക്യാപ്സ്യൂൾ കടന്നു കഴിഞ്ഞാൽ നെഫ്രോണിൻ്റെ മറ്റു പാർട്സ് ഏതൊക്കെയാണ്? വി ആർ ടോക്കിംഗ് അബൌട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്നത് ട്യൂബുലാർ പാർട്ടാണ്, അല്ലേ? അവിടെ എന്തൊക്കെ വരും? പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂള്, ലൂപ്പ് ഓഫ് ഹെൻലി, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂള്. അത് വന്നിട്ടൊരു കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് കടക്കും. അപ്പോൾ ഇനി നീറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന സെൽസും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ PCT അഥവാ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അതിൻ്റെ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ക്യൂബോയിഡൽ എപ്പിത്തീലിയം ഉപയോഗിച്ചിട്ടാണ്. ഈ ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂബ് ലൈക്ക്, അല്ലേ? അപ്പോൾ നമുക്ക് എപ്പിത്തീലിയം 4 തരത്തിലാണുള്ളത്. ദാറ്റ് ഈസ് സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം, കോളുംനാർ എപ്പിത്തീലിയം ആൻഡ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. അപ്പോൾ ആദ്യത്തേത് ക്യൂബോയിഡൽ എപ്പിത്തീലിയം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഇതുപോലെ കുറച്ച് ക്യൂബ് ലൈക്ക് ആയിട്ടുള്ള സെൽസ് ആണ്. അത് മെയിൻലി സപ്പോർട്ടീവ് ആണ്. ഇനി അതിൻ്റെ പുറത്ത് സീലിയ അല്ലെങ്കിൽ വില്ലായി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് മൈക്രോ വില്ലായി, അല്ലെങ്കിൽ അത് നമുക്ക് സീലിയേറ്റഡ് ക്യൂബോയിഡൽ എന്ന് പറയാം. അപ്പോൾ ഇവിടെയുള്ളതിന് സീലിയേറ്റഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയമാണ്. കാരണം അതിൽ ധാരാളം മൈക്രോ വില്ലായി ഉണ്ട്. അപ്പോൾ വില്ലായി വന്നപ്പോൾ തന്നെ അതിൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ, അല്ലെ? കൂടുതൽ സർഫസ് കൊടുത്ത് അബ്സോർപ്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. ഇനി അത് കഴിയുമ്പോൾ ഇതൊരു ബ്രഷ് ബോർഡർ അപ്പിയറൻസ് കൊടുക്കും. ഈ ബ്രഷിൻ്റെ ബ്രിസിൽസ് പോലൊരു അപ്പിയറൻസ്.
പിന്നെ നമുക്കുള്ളത് ലൂപ്പ് ഓഫ് ഹെൻലി ആണ്. ലൂപ്പ് ഓഫ് ഹെൻലിയിൽ ഒരു താഴേക്ക് വരുന്ന ലിംബുണ്ട്, അതിനെ ഡിസെൻഡിങ് ലിംബെന്നും മുകളിലേക്ക് പോകുന്നതിനെ നമ്മൾ അസെൻഡിങ് ലിംബെന്നും പറയുന്നു. അപ്പോൾ ആദ്യം വരുന്നത് ഡിസെൻഡിങ് ലിംബാണ്. ഡിസെൻഡിങ് ലിംബ് ഉണ്ടാക്കിയിരിക്കുന്നത് ക്യൂബോയിഡൽ എപ്പിത്തീലിയം അല്ലെങ്കിൽ കോളുംനാർ എപ്പിത്തീലിയം കൊണ്ടാണ്. ക്യൂബോയിഡൽ പോലെ എന്നാൽ പില്ലറിലേക്ക് ടോൾ സെൽസിനെയാണ് നമ്മൾ കോളുംനാർ എന്ന് പറയുന്നത്. ഇവിടെയുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ഇവരുടെ മൈക്രോവില്ലൈ കുറവാണ് താരതമ്യേന. അപ്പോൾ ഒരു ബ്രഷ് ബോർഡർ അപ്പിയറൻസ് കൊടുക്കുന്നില്ല. കാരണം ഇവിടെ ഈ റീഅബ്സോർപ്ഷൻ PCT-യുടെ അത്ര കാര്യമായിട്ട് നടക്കുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ റീഅബ്സോർപ്ഷൻ നടക്കുന്നത് PCT-യിലാണ്. പിന്നെ വരുന്നത് DCT, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ ആരാ ഉള്ളത്? വീണ്ടും ക്യൂബോയിഡൽ സെൽസ് ആണ് ഉള്ളത്. ഈ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ ക്യൂബോയിഡൽ സെൽസ് ഉണ്ട്, പക്ഷെ അതിന് മൈക്രോവില്ലൈ കുറവാണ്. അവിടെ ഒരു ബ്രഷ് ബോർഡർ അപ്പിയറൻസ് വരുന്നില്ല. പിന്നെ കളക്റ്റിംഗ് ഡക്റ്റ് ആണ്. കളക്റ്റിംഗ് ഡക്റ്റിലേക്കാണ് നമ്മുടെ DCT തുറക്കുന്നത്. പക്ഷേ ഒരു കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് പല DCT വന്ന് തുറക്കും. അതായത് കുറേ നെഫ്രോൺസ് ഒന്നിച്ച് ഒരു കളക്റ്റിംഗ് ഡക്റ്റിൽ തുറക്കും. ഇനി ഈ കളക്റ്റിംഗ് ഡക്റ്റ് കുറേ ജോയിൻ ചെയ്തിട്ട് ഒരു ഡക്റ്റ് ഓഫ് ബെല്ലിനി ഉണ്ടാവും. ഇതുപോലെ കുറേ ഡക്ട്സ് ഓഫ് ബെല്ലിനി വന്നിട്ടാണ് പെൽവിസിൽ തുറന്ന് ആ യൂറിനെ അവിടേക്ക് നിറയ്ക്കുന്നത്. പിന്നെ അവിടെ നിന്ന് യൂറേറ്റർ വഴി അത് യൂറിനറി ബ്ലാഡറിലേക്ക് കടക്കും. ഇനി നമുക്ക് യൂറിൻ ഫോർമേഷൻ പഠിക്കാം. യൂറിൻ ഫോർമേഷൻ 3 സ്റ്റെപ്സ് ആണുള്ളത്. ഒന്നാമത്തേത് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ അഥവാ അൾട്രാ ഫിൽട്രേഷൻ. രണ്ടാമത്തേത് സിലക്റ്റീവ് റീഅബ്സോർപ്ഷൻ. സിലക്റ്റീവ് ആണ്, എല്ലാം നമ്മൾ റീഅബ്സോർബ് ചെയ്യുന്നില്ല, പക്ഷേ നമുക്ക് വേണ്ട ചില സാധനങ്ങൾ നമ്മൾ ഫിൽട്രേറ്റിൽ നിന്ന് റീഅബ്സോർബ് ചെയ്ത് എടുക്കുന്നു. മൂന്നാമത് ട്യൂബുലാർ സെക്രീഷൻ. നമ്മൾ എടുക്കുക മാത്രമല്ല, ഈ യൂറിനിലേക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സെക്രീറ്റും ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? pH ആൻഡ് അയോണിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് നമ്മുടെ ഓസ്മോ റെഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 സ്റ്റെപ്സ് വ്യക്തമായി പഠിച്ചു വയ്ക്കുക. ഏതൊക്കെയാണ്? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, അതിനെ മറ്റൊരു പേരാണ് അൾട്രാ ഫിൽട്രേഷൻ. രണ്ടാമത്തേത് സിലക്റ്റീവ് റീഅബ്സോർപ്ഷൻ. മൂന്നാമത്തേത് ട്യൂബുലാർ സെക്രീഷൻ. അപ്പോൾ ആദ്യമായിട്ട് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് പറഞ്ഞു. അതായത് ഇത് നടക്കുന്നത് ഗ്ലോമറൂലസിലാണ്, അല്ലെങ്കിൽ നമുക്ക് മാൽപീജിയൻ ബോഡി ആസ് എ ഹോൾ നമുക്ക് പറയാം. മാൽപീജിയൻ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലോമറൂലസും ബൗമൻസ് ക്യാപ്സുലും ചേർന്ന് വരുന്നതാണ് അല്ലേ. അപ്പോൾ ആദ്യം അത് നമ്മുടെ ഗ്ലോമറുലാർ കാപ്പിലറിയിലേക്ക് അഫറൻറ്റ് ആർട്ടറികൾ കടന്നു കഴിഞ്ഞ് അത് ബ്രാഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രഷർ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അതിൻ്റെ ഡയമീറ്റർ കുറയുന്നുണ്ട്. അപ്പോൾ ഹൈ പ്രഷറിൽ ഒരു സ്ക്വീസിങ് ഇഫക്റ്റും വരുന്നുണ്ട്. അങ്ങനെ ഫിൽട്രേറ്റ് ഇതിൽ കൂടി കടന്നു വരും. ഒത്തിരി പോഴ്സ് ഉള്ള നമ്മുടെ എൻഡോത്തീലിയം ഓഫ് ദ കാപ്പിലറി കൂടി കടന്ന് ബേസ്മെൻറ്റ് സബ്സ്റ്റൻസിൽ വരും. ഇനി ബേസ്മെൻറ്റ് സബ്സ്റ്റൻസിൽ നിന്ന് നമ്മുടെ ബൗമൻസ് ക്യാപ്സ്യൂളിൻ്റെ വോളിലേക്ക് കടക്കും എപ്പിത്തീലിയം. ആ എപ്പിത്തീലിയൽ വോളിൽ എന്തുണ്ട്? പോർ സ്ലിറ്റ്സ് ഉണ്ട് അല്ലേ. ആ സ്ലിറ്റ്സിൽ കൂടെ പോഡോസൈറ്റ് സെൽസ് ഉണ്ട്. അതിനിടയിലുള്ള സ്ലിറ്റ്സിൽ കൂടി കടന്ന് അത് നമ്മുടെ ബൗമൻസ് ക്യാപ്സ്യൂളിൽ വരും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അൾട്രാ ഫിൽട്രേഷൻ അഥവാ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ സാധാരണയായിട്ട് ഫിൽട്ടർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 1100 മുതൽ 1200 ml ഓഫ് ബ്ലഡാണ് 2 കിഡ്നിയിൽ കൂടിയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് 1 മിനിറ്റിൽ. അതായത് നമുക്കറിയാം 1 മിനിറ്റിൽ നമ്മുടെ ബോഡി എത്ര പമ്പ് ചെയ്യുന്നത്? ഓൾമോസ്റ്റ് 5000 ml അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു 1/5 ഭാഗമാണ് കിഡ്നിയിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ മിനിറ്റിലും. അപ്പോൾ ഈ 1200 മില്ലി കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് ഏതാണ്ട് ഒരു 125 മില്ലി ഫിൽട്രേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം ബ്ലഡിൻ്റെ അളവാണ് 1200 ml. അതിൽ നിന്നുണ്ടാകുന്നത് എത്രയാണ്? 125 ml ഓഫ് ഫിൽട്രേറ്റ് ആണ് ഓരോ മിനിറ്റിലും ഉണ്ടാകുന്നത്. ഇതിനെ പറയുന്ന പേരാണ് GFR. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. GFRൻ്റെ എക്സ്പാൻഷനും ചോദിക്കാം. എന്താണ്? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. അതായത് ഗ്ലോമറുലസിൽ നടക്കുന്ന ഫിൽട്രേറ്റിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത്. അപ്പോൾ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 125 ml പെർ മിനിറ്റ്. അപ്പോൾ ഒരു ദിവസം നമ്മളത് കാൽക്കുലേറ്റ് ചെയ്താൽ 180 ലിറ്റർ ആവും. 125 ml എന്ന് പറയുമ്പോൾ അത് ഒരു വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ 180 ലിറ്റർ എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സിൻഡെക്സ് ടാങ്ക് ഉണ്ടല്ലോ, വെള്ളം പിടിച്ചു വയ്ക്കാനുള്ള, അതൊക്കെ ചിലപ്പോൾ 200 ലിറ്ററിൻ്റെയൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഹ്യൂജ് സൈസിലുള്ള അത്രയും ഫിൽട്രേറ്റ് നമ്മൾ ഡെയിലി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മുഴുവൻ നമ്മൾ പുറത്തേക്ക് യൂറിൻ്റെ ഫോമിൽ കളഞ്ഞാൽ ഒന്നാമത് നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആയി പോകും. രണ്ടാമത് ആലോചിച്ച് നോക്കൂ, നമുക്ക് വേറെ ഒന്നിനും സമയം കാണില്ല അല്ലേ. ഫുൾ ടൈം യൂറിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അത് അങ്ങനെ നഷ്ടപ്പെടുത്താൻ നമ്മുടെ ബോഡിക്ക് കഴിയില്ല. കാരണം ഈ ഫിൽട്രേറ്റിൽ നമുക്ക് വേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? കുറേ സാധനങ്ങളൊക്കെ നമ്മളങ്ങ് തിരിച്ചെടുക്കും. കുറേ സാധനങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾമോസ്റ്റ് 99% നമ്മൾ തിരിച്ചെടുക്കും. കാരണം 180 ലിറ്ററിൽ നിന്ന് നമ്മൾ അവസാനം കളയുന്നത് എത്രയാണെന്ന് അറിയാമോ? ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ആവറേജ് ഒരു 1.2 ലിറ്റേഴ്സ് ഓഫ് യൂറിനും ഒരു പുരുഷൻ്റെ ശരീരത്തിൽ 1.5 ലിറ്റേഴ്സ് ഓഫ് യൂറിനുമാണ് ഒരു ദിവസം ഉണ്ടാകുന്നത്.
അത് കുറച്ച് വേരിയേഷൻ വരാം, ക്ലൈമാറ്റിക് ഫാക്ടേഴ്സും അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസും വെള്ളത്തിൻ്റെ ഇൻടേക്കും ഒക്കെ അനുസരിച്ച് മാറാം. എന്നാലും ഇതാണ് ഒരു ആവറേജ് വാല്യൂ. അപ്പോൾ 150 ലിറ്ററുള്ള ഒരു സിൻടെക്സ് ടാങ്ക് അല്ലെങ്കിൽ 200 ലിറ്ററിൻ്റെ ഒരു സിൻടെക്സ് ടാങ്കിൻ്റെ അളവെന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ അത് വരുന്ന എത്രയാണ്, നമ്മൾ കുടിക്കാൻ വാങ്ങുന്ന ബോട്ടിൽ വെള്ളം അല്ലേ, ഒരു 1.5 ലിറ്റർ വെള്ളം ഇത്രയുള്ള ബോട്ടിലിൽ അത്രയും വെള്ളമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര നമ്മൾ കളഞ്ഞു. എത്ര കളഞ്ഞത്? 99% നമ്മൾ തിരിച്ചെടുത്തു. ഉള്ളി 1.5 ലിറ്റർ 1% നമ്മൾ കളയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റീഅബ്സോർപ്ഷൻ. ഇനി റീഅബ്സോർബ് ചെയ്യുന്നതിന് മുമ്പ് ഈ യൂറിനിൽ എന്തൊക്കെയാണ് വരുന്നത്, ഈ യൂറിനിലല്ല ഫിൽട്രേറ്റിൽ എന്തൊക്കെയാണ് വരുന്നത്? ആദ്യമായിട്ട് അരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ബ്ലഡ് സെൽസും കുറച്ച് പ്രോട്ടീനും ഫാറ്റും ഒഴിച്ചുള്ള മിക്കവാറും പ്ലാസ്മയുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ അതിലെന്തൊക്കെയുണ്ട്? യൂറിയയും വിത്ത് വാട്ടറും ഉണ്ട്. അതായത് യൂറിയ വെള്ളത്തിൽ ലയിച്ച് വാട്ടറായിട്ട് കൂടെയാണ് വരുന്നത്. അതാണ് നമ്മുടെ മെയിൻ വേസ്റ്റ് നമുക്ക് പുറന്തള്ളേണ്ടത്. പക്ഷേ അത് കൂടാതെ എന്തുണ്ട്? ഗ്ലൂക്കോസും അമിനോ ആസിഡും. ഈ ഗ്ലൂക്കോസും അമിനോ ആസിഡും നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് ആണ്. അത് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വെച്ച് ഡൈജസ്റ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എടുത്തതാണ്. അത് ബ്ലഡിലോട്ട് വന്നു, അത് സെല്ലിൽ എത്തുന്നതിന് മുമ്പാണ് കിഡ്നിയിലോട്ട് പോയത്. അതെല്ലാം നമ്മൾ അരിച്ചെടുത്ത് മൂത്രത്തിൽ കൂടി കളഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഫുഡ് കിട്ടുമോ? ഫുഡ് കഴിക്കണോണ്ട് കാര്യമുണ്ടോ? ഇല്ല, നമുക്ക് ന്യൂട്രിയൻസ് കാണില്ല അല്ലേ. അപ്പോൾ ഇത് രണ്ടും തീർച്ചയായിട്ടും നമുക്കൊന്ന് തിരിച്ചെടുക്കണം, കളയാൻ പറ്റില്ല. പിന്നെ ഉള്ള എന്താ? കുറച്ച് അയോൺസ്, സോഡിയം പൊട്ടാഷ്യം പോലുള്ള അയോൺസ് ഉണ്ട്. അതും നമുക്ക് ആവശ്യത്തിന് ചിലപ്പോൾ തിരിച്ചെടുക്കേണ്ടി വരും. പിന്നെ ഉള്ളത് മറ്റൊരു വേസ്റ്റായ യൂറിക് ആസിഡ്. കുറഞ്ഞ എമൗണ്ടിൽ യൂറിക് ആസിഡ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു വേസ്റ്റാണ് ക്രിയാറ്റിനിൻ. അപ്പോൾ ഇതൊക്കെ ചിലതൊക്കെ വേസ്റ്റാണ്, നമുക്ക് പുറന്തള്ളണം. ചിലതൊക്കെ ആവശ്യമാണ്, നമുക്ക് തിരിച്ചെടുക്കണം. ചിലത് നമുക്ക് കുറച്ച് ബോഡിയിൽ വെച്ചേക്കണം, കാരണം നമുക്ക് അതിനുള്ള ആവശ്യമുണ്ട്. പിന്നെ ഇതെങ്ങനെയാണ് നമ്മൾ തിരിച്ചെടുക്കുന്നത്? തിരിച്ചെടുക്കുന്നത് 2 പ്രക്രിയയിലൂടെയാണ്. ആക്റ്റീവ് റീഅബ്സോർപ്ഷനും ആകാം, പാസീവ് റീഅബ്സോർപ്ഷനും ആകാം. ആക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ എനർജി ഉപയോഗിച്ച് അല്ലെങ്കിൽ ATP സ്പെൻഡ് ചെയ്ത് കിട്ടുന്നതാണ്. ഇപ്പം നമുക്കറിയാം, ഒരു കാര്യം നമുക്ക് വാല്യുബിൾ ആണെന്ന് തോന്നിയാൽ നമ്മൾ പൈസ കൊടുത്ത് അതിനെ വാങ്ങിക്കും അല്ലേ. അതായത് നമ്മുടെ ഇല്ല, പക്ഷെ നമുക്ക് വേണം. സോ വി ആർ റെഡി ടു സ്പെൻഡ് മണി. നമുക്ക് വേണ്ട സാധനങ്ങൾ ചിലത് നമ്മുടെ ഉണ്ട്, പക്ഷേ നമുക്ക് ഇനിയും കുറച്ചുകൂടി വേണം. അത്യാവശ്യമാണെങ്കിൽ എന്ത് വേണം? നമ്മളതിനെ ആക്റ്റീവായിട്ട് എനർജി സ്പെൻഡ് ചെയ്തെടുക്കണം. അതായത് ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് നമ്മൾ വലിച്ചെടുക്കും. അതേസമയം നമ്മുടെ കയ്യിൽ കുറച്ചേ ഉള്ളൂ, പക്ഷെ വലിയൊരു കൂടുതലുള്ള റിസർവോയറിൽ നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ എന്താണ്? പാസീവ് അബ്സോർപ്ഷൻ. എനർജി ഉപയോഗിക്കാതെ തന്നെ ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് അത് ലോ കോൺസെൻട്രേഷനിലേക്ക് വന്നേക്കും. ഓക്കെ, അതാണ് പാസീവ് അബ്സോർപ്ഷൻ. അപ്പോൾ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ സ്പെൻഡിങ് എനർജി, പാസീവ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് സ്പെൻഡിങ് എനർജി. ഇതിൽ ചിലതൊക്കെ ആക്റ്റീവ് ആയിരിക്കും, ചിലതൊക്കെ പാസീവ് ആയിരിക്കും. അത് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പായ റീഅബ്സോർപ്ഷൻ പഠിക്കാം. 180 ലിറ്ററോളം ഫിൽട്രേറ്റ് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ 99% റീഅബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട് അല്ലേ, ആക്റ്റീവായിട്ടും പാസീവായിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. ആദ്യം PCTയിലാണ് റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. 65 മുതൽ 80% റീഅബ്സോർപ്ഷനും PCTയിൽ തന്നെ കഴിയുന്നുണ്ട്. കാരണം ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഗ്ലൂക്കോസും അമിനോ ആസിഡും തിരിച്ചെടുക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ബോഡിക്ക് ഒരു കാരണവശാലും അവയെ നഷ്ടപ്പെടുത്തി കളയാൻ പറ്റില്ല. അത് നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് ആണ്, തിരിച്ചെടുത്തേ പറ്റും. സോ നമ്മുടെ ബോഡി അത് PCTയിൽ വെച്ച് തന്നെ മാക്സിമം തിരിച്ചെടുത്തു. പിന്നെ ഉള്ളത് ഇലക്ട്രോലൈറ്റ്സ്, പിന്നെ കുറച്ച് വാട്ടർ, അതെല്ലാം തിരിച്ചെടുക്കും. കാരണം വെള്ളവും നമുക്ക് അത്രയ്ക്കൊന്നും കളയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ ഓബ്ലിഗേറ്ററി റീഅബ്സോർപ്ഷൻ എന്നാണ് പറയുന്നത്. ഓബ്ലിഗേറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു ചോയ്സ് ഇല്ല, ചെയ്തേ പറ്റൂ എന്നുള്ളൊരവസ്ഥയാണ്. കാരണം ഇതൊന്നും നമുക്ക് കളയാൻ പറ്റില്ല, എല്ലാം വേണം. അപ്പോൾ നമ്മളിതെല്ലാം തിരിച്ചെടുക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ എല്ലാം തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഓസ്മോളാരിറ്റി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഓസ്മോളാരിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും ആ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. നിങ്ങൾ ഹൈപ്പർടോണിക് ഹൈപ്പോട്ടോണിക് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. ഹൈപ്പർടോണിക് എന്ന് പറഞ്ഞാൽ കൂടുതൽ സൊല്യൂട്ട് കാണും, അപ്പം വെള്ളം പുറത്തേക്ക് പോകുന്ന അകത്തേക്ക് വരാനുള്ള ചാൻസാണ് കൂടുതൽ. ഹൈപ്പോട്ടോണിക് എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് കുറവായിരിക്കും, അപ്പോൾ അത് പുറത്തോട്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ ശരീരത്തിലെ വാട്ടർ ബാലൻസ് വ്യത്യാസപ്പെടും. ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ ഒത്തിരി സോൾട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. കൂടുതൽ സോൾട്ട് ഉള്ളപ്പോൾ നമ്മൾ കൂടുതൽ വാട്ടർ ഹോൾഡ് ഓൺ ചെയ്യും. അതുകൊണ്ടാണ് ഈ സോൾട്ടിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ സോഡിയത്തിൻ്റെ ഇംബാലൻസും കിഡ്നി പ്രോബ്ലം ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഈ നീര് വെച്ച് വരുന്നത്, ഇഡിമ എന്ന് പറയും നീര്. കാരണം അവർ വാട്ടർ റീറ്റെയിൻ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ സോൾട്ട് അതാണ് കുറച്ച് നമ്മൾ ഈ സോൾട്ടൊക്കെ കുറച്ച് ഭക്ഷണം കുറയ്ക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഒരു 2-3 kg വെയിറ്റിൻ്റെ ഡിഫറൻസ് വരുന്നത്. അത് വാട്ടർ ലോസ് എന്ന് പറയും അല്ലേ, വാട്ടർ വെയിറ്റ് ആണ്. അല്ലാതെ നമ്മുടെ ഫാറ്റ് ഒരു ആഴ്ച കൊണ്ടൊന്നും അങ്ങനെ പെട്ടെന്ന് ഫാറ്റൊന്നും പോവില്ല. അപ്പോൾ അത് വാട്ടർ വെയിറ്റ് മാത്രമാണ്. അത് നമ്മൾ പിന്നെയും വീണ്ടും ഉപ്പൊക്കെ കഴിക്കുമ്പോൾ അത് തിരിച്ച് റിട്ടൻഷൻ വരും. അതേസമയം നമ്മളിതെല്ലാം വലിച്ചെടുക്കുമ്പോൾ തന്നെ ഈ pH ആൻഡ് ഓസ്മോളാരിറ്റി ബാലൻസ്, അതായത് വെള്ളം കൂടുതൽ നഷ്ടപ്പെട്ട് ഡീഹൈഡ്രേറ്റ് ആവാനും പാടില്ല, കെട്ടിക്കിടക്കാനും പാടില്ല. അപ്പോൾ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്ന, അതായത് ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ നമ്മൾ നമ്മുടെ ബ്ലഡിൽ നിന്ന് അങ്ങോട്ട് സെക്രീറ്റ് ചെയ്ത് കൊടുക്കും.
അതായത് നമ്മൾ എടുക്കുക മാത്രമല്ല കുറച്ച് അങ്ങോട്ട് ഇടും, എന്നാലേ അതൊന്ന് മെയിൻറ്റെയിൻ. കാരണം നമ്മൾ ഈ സോഡിയം വാട്ടറൊക്കെ എടുക്കുമ്പോൾ അവിടെ സൊല്യൂട്ട് ഡിഫറൻസ് വരില്ലേ. അപ്പോൾ അതിന് എന്താ കൊടുക്കുന്നത്? H+ അയോൺസ്, അമോണിയം അയോൺസ്, പൊട്ടാഷ്യം അയോൺസ്. ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. സെക്രീറ്റ് ചെയ്യുന്ന 3 അയോൺസാണ് H+, NH3+, അമോണിയം അയോൺസ്, പിന്നെ പൊട്ടാഷ്യം അയോൺസ്. പകരം നമ്മൾ എന്താ എടുക്കുന്നത്? ബൈകാർബണേറ്റ് അയോൺസിനെ നമ്മൾ വീണ്ടും തിരിച്ചെടുക്കും. ഈ ബൈകാർബണേറ്റ് ന്യൂട്രിയൻ്റ് ആയതുകൊണ്ടല്ല തിരിച്ചെടുക്കുന്നത്, ഈ ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിരിച്ചെടുക്കുന്നത്. അപ്പോൾ PCT കഴിഞ്ഞു. അടുത്ത് എങ്ങോട്ട് വരും? ലൂപ്പ് ഓഫ് ഹെൻലി. ലൂപ്പ് ഓഫ് ഹെൻലിക്ക് ഈ റീഅബ്സോർപ്ഷനിൽ വലിയ പങ്കൊന്നുമില്ല. കാരണം ഇവിടെ മിനിമം റീഅബ്സോർപ്ഷനാണ് നടക്കുന്നത്. പക്ഷേ അതിൻ്റെ ജോലി എന്ന് പറയുന്നത് മെഡുലറി ഇൻഡർസ്റ്റീഷ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ ഹൈ ആക്കി വെക്കുക എന്നുള്ളതാണ്. മെഡുലറി ഇൻഡർസ്റ്റീഷ്യൻ എന്നുള്ള വേർഡൊന്നും കേട്ട് പേടിക്കേണ്ട. അതായത് നമ്മളിപ്പോൾ ഒരു നെഫ്രോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സെല്ലുണ്ടല്ലോ, അത് മെഡുലയിലല്ലേ ഈ നെഫ്രോൺ കാണുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഡുലറി ഇൻഡർസ്റ്റീഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഹെല്ലീസ് ലൂപ്പ് വരുന്നത് മെഡുലർ റീജിയനാണ്. ബാക്കി എല്ലാവരും കോർട്ടെക്സിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഹെല്ലീസ് ലൂപ്പ് വരുന്ന സമയത്ത് അതിൻ്റെ താഴേക്കുള്ള ലിംബ്, അതായത് ഡിസെൻഡിങ് ലിംബ് വെള്ളത്തിനെ പരമാവധി അലവ് ചെയ്യും പുറത്തോട്ട് പോകാൻ, എന്നാൽ ഈ സോൾട്ടിനെ ഒന്നും അലവ് ചെയ്യില്ല. അതേസമയം അസെൻഡിങ് ലിംബിൽ വരുമ്പോഴോ വെള്ളത്തിനെ വിടില്ല, പക്ഷേ സോൾട്ടിനെ വിടും. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ മെഡുലയിൽ ഒരു ഹൈ സോൾട്ട് കണ്ടന്റ് അല്ലെങ്കിൽ ഹൈ സോൾട്ട് കണ്ടീഷനാണ് എപ്പോഴും വേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിനെ പുറന്തള്ളാൻ കഴിയും, എക്സസ് വാട്ടർ പുറത്ത് പോകാതിരിക്കുകയുള്ളൂ. അതിനെക്കുറിച്ച് നമ്മൾ ഇനി പഠിക്കും. അപ്പോൾ അതാണ് ഹെല്ലീസ് ലൂപ്പ്. അവിടെ റീഅബ്സോർപ്ഷൻ മിനിമം ആണ്. പിന്നെ വരുന്നത് DCT ആണ്. DCTയിലെ കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഓബ്ലിഗേറ്ററി റീഅബ്സോർപ്ഷൻ ആണ്. അവിടെ നമുക്കൊരു ചോയ്സ് ഇല്ല, എടുത്തേ പറ്റുള്ളൂ, കാരണം ഇനി അതൊന്നും നഷ്ടപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ DCT വരുമ്പോഴേക്കും ഓൾമോസ്റ്റ് കോൺസെൻട്രേഷനൊക്കെ ഒരു ലെവലായി കഴിഞ്ഞു. ഇനി നമുക്ക് ബോഡിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അതായത് നമ്മുടെ ബോഡിയിൽ നിന്ന് ഒത്തിരി വെള്ളം പോകുന്നു എന്ന് തോന്നിയാൽ എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പ്രഷർ ഡിഫറൻസോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് എടുക്കേണ്ടി വരും. അതല്ല നമ്മൾ ബോഡി ഒത്തിരി വെള്ളം റീറ്റെയിൻ ചെയ്ത് വെക്കുന്നെങ്കിൽ കുറേ കളയണം. അപ്പോൾ അതൊക്കെ റീഅബ്സോർപ്ഷൻ നടക്കുന്നത് സോഡിയം അയോൺസും വാട്ടറുമാണ്. അതേപോലെ തന്നെ അവിടെ സെക്രീഷൻ നടക്കുന്നുണ്ട്. എന്തൊക്കെ സെക്രീറ്റ് ചെയ്യും? H+, അമോണിയം ആൻഡ് പൊട്ടാഷ്യം. അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് HCO3- അഥവാ ബൈകാർബണേറ്റ് നമ്മൾ തിരിച്ചെടുക്കും. അപ്പോൾ ഇത്രയാണ് DCTയിൽ നടക്കുന്നത്. അപ്പോൾ അവിടെ കണ്ടീഷണൽ റീഅബ്സോർപ്ഷനാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നടക്കുന്നുള്ളൂ. പിന്നെ വരുന്നതാണ് നമ്മുടെ കളക്റ്റിംഗ് ഡക്റ്റ്. കളക്റ്റിംഗ് ഡക്റ്റിലാണ് ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ നമ്മൾ തിരിച്ചിങ്ങെടുക്കും. കാരണം ഇനി നമുക്ക് വെള്ളം കളയാൻ പറ്റില്ല. ലാസ്റ്റ് സ്റ്റേജാണ്. മാക്സിമം വാട്ടറിനെ എടുത്തിട്ട് നമ്മൾ വളരെ കോൺസെൻട്രേറ്റഡ് ഫോം ഓഫ് യൂറിനെയാണ് നമ്മൾ പുറന്തള്ളുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ വാട്ടർ റീഅബ്സോർപ്ഷൻ നടക്കുമ്പോൾ തന്നെ ആ മെഡുലയുടെ അവിടെ വീണ്ടും സോൾട്ടി ആയിട്ട് വെക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ട് യൂറിയയും കുറച്ച് എടുത്തു വെക്കുന്നുണ്ട്. ശരിക്കും യൂറിയ നമ്മുടെ വേസ്റ്റാണ്. ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ഒരു സോൾട്ടി അപ്പിയറൻസ് ഉണ്ടാക്കണമെങ്കിൽ ഒരു സൊല്യൂട്ട് വേണം. ആ സൊല്യൂട്ട് ആരാണ്? യൂറിയയാണ്. അപ്പോൾ യൂറിയയും കുറച്ച് അവിടെ റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളെല്ലാം പ്രയോജനപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം. നിങ്ങൾ ഒരു ലൈക്കും എടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.